ഇന്ന് നമുക്ക് കറിക്ക് വേണ്ടി ചേട്ടൻ കൊണ്ടത് എന്താണെന്ന് നോക്കാട്ടോ. ഇത് ബീഫ്, ഇതെന്താന്ന് നോക്കാം. ഇത് പോർക്ക് വലുതായിട്ട് നുറുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കട്ട് ചെയ്യണം. സൂപ്പർ പോർക്ക. അപ്പോൾ അതുണ്ടാക്കിയിട്ട് കാണിക്കാട്ടോ. പോർക്കും പോർക്കൊക്കെ കൊണ്ടുവന്നിരിക്കണം. നല്ല കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ക്രഷ് ചെയ്തിട്ടിട്ടാൽ നല്ല ടേസ്റ്റാവും. എന്നിട്ട് ആദ്യം വേവിക്കണം, പിന്നെ താളിപ്പൊക്കെ പിന്നെ. അപ്പോൾ നമുക്കത് വേവിക്കാം കേട്ടോ. ആദ്യം കുക്കറിലിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. വേവിച്ച് കഴിഞ്ഞ് താളിക്കുമ്പോഴാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഒറ്റയടിക്കിൽ 2 കുക്കറിൽ വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് അതുപോലെ അരിഞ്ഞത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ, കുറച്ചധികം. ഇനി 2 പച്ചമുളക് അരിഞ്ഞിടാം. കറിവേപ്പില. കറിവേപ്പില എന്ന് വാങ്ങിയിട്ട് വരില്ല, ക്ഷാമ. നല്ല തിരുമ്പ. നമുക്ക് തിരുമ്പിയിട്ട് വരെ കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേറെ മസാല നമ്മൾ ഇറച്ചി താളിക്കുമ്പോൾ പോരായുള്ളതൊക്കെ ഇടും. കുറച്ച് കറി മസാല ഇടണം, നല്ലത് വേവുമ്പോൾ മണം ഉണ്ടാവണം. കുറച്ചിടുക, പോരാത്തത് നമുക്ക് നമ്മുടെ താളിക്കുമ്പോൾ ചേർക്കാം. ഇല്ലെങ്കിൽ ഇറച്ചി വേവുമ്പോൾ മണം കിട്ടില്ല. ഇവിടെ ഇരിക്കട്ടെ അവിടെ കുറച്ച് നേരം. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് കുക്കറിൽ നല്ല 5-6 അടി അടിച്ചെടുക്കാം. നമുക്ക് 2 ഓരോ കുക്കറിലിടാം. ഈ കുക്കറിൽ നല്ല ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. ഇത് ബീഫ്. ഇത് പോർക്ക്. 2 നല്ല അടിക്കട്ടെ. പോർക്ക് 4-5 മതി.
ബീഫ് നിറയെ നേരം വേണം. വയ്യാണ്ടായി ഒരേ പണിയോട് കഴിയുമ്പോഴേക്കും ഞാൻ ഇന്നലെ മിന്നാന്ന് വീണെന്ന് പറഞ്ഞില്ലേ, അത് ഇന്നാണ് കൂടുതൽ വേദന എടുക്കുന്നത്. കൈ, എല്ലാ സൈഡും, കാല്, കൈ ഒക്കെ അമർന്ന് തട്ടിയിട്ടുണ്ട് എൻ്റെ മേത്ത്. അപ്പം അതാണ് ഭയങ്കര വേദന. എന്താ ചെയ്യാറിയില്ല. പണിയുള്ള ദിവസം ഇന്ന് പോയി ഞാൻ വീണിരിക്കണം. നോക്ക്, അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം 2 ഇറച്ചികളും വെന്തുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ താളിക്കാം. ഇപ്പം ഞാൻ പോത്ത് മാത്രമേ താളിക്കണുള്ളൂ. പോർക്കിന് വറുത്തരയ്ക്കണം. ഉള്ളി നീളത്തിലരിഞ്ഞതാണ്. കുറച്ചധികം ഉള്ളി അരിയണം കേട്ടോ, അപ്പം നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിടുക. പകുതി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുക. ഒരു വലിയൊരു മുറി തേങ്ങ കൊത്തി. നമുക്ക് ഉള്ളിയും ഇതൊക്കെ നല്ല മൊരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മൊരിവായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. മസാലപ്പൊടി കുറച്ച് കൂടി ഇടാം. നേരത്തെ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ. ആ മണം പോയി കുക്കർ അടിക്കുമ്പോഴേക്കും. നമ്മുടെ പോർക്കും വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇത്തിരി തേങ്ങ വറുത്തരയ്ക്കണം. വേണമെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് മതി. അപ്പോൾ ആ നെയ്യ് കുടിച്ചാൽ അതും പോർക്കിൻ്റെ രസം കിട്ടും. ഇത് സൂപ്പറായിട്ടുണ്ട്. ഞാൻ വെന്തുണ്ട്, കറക്റ്റാக വെന്തുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുന്ന് ഇനി ഫ്രൈ ആവണമെങ്കിൽ ഫ്രൈ ആവട്ടെ. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്കിന് വറുക്കാം. തേങ്ങ കുറച്ച് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് തേങ്ങ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുക്കൽ കഴിഞ്ഞു. ഇത് ചൂടാറുമ്പോൾ നമുക്ക് വെള്ളം തൊടാണ്ട് അരച്ചിട്ട് പോർക്കിലിട്ടാം. വേണമെങ്കിൽ 2 ഉരുളക്കിഴങ്ങും ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ബീഫ് നല്ല ഫ്രൈ ആവണ മാതിരി ഇങ്ങനെ ആക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ പോർക്ക് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ തേങ്ങ വറുത്തരച്ചത് ഇടാം. അപ്പോൾ നല്ല മിക്സ് ചെയ്യാം. ചട്ടി നിറഞ്ഞു പോയി. അപ്പോൾ ഈ നെയ്യിൻ്റെ ഈ ഒരു ഇതുണ്ടാവില്ല. തേങ്ങ വറുത്തരച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും, പോർക്ക് ഇഷ്ടമുള്ളവരൊക്കെ.
അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ചോറിനും കഴിക്കാം, ഇഡ്ഡലിക്ക് കഴിക്കാം, ദോശയ്ക്ക് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, എല്ലാത്തിനും ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ശരിയായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിച്ചാൽ പണി കഴിഞ്ഞു. നമ്മുടെ ബീഫ് റോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. വരട്ടി വരട്ടി വെള്ളം വറ്റിച്ച് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. മോൻ വരാറായി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് മോനെത്തും. നമ്മുടെ ഉള്ളി നല്ല മൊരിഞ്ഞിട്ടുണ്ട്. കറിയുടെ പണി കഴിഞ്ഞിട്ടാ. നമുക്ക് അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. അപ്പോൾ ഞാൻ ബീഫും പോർക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബായ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മക്കളെ. ഇത് വറുത്തരച്ച കറിയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റായൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബായ്.